അങ്ങനെ അഗ്നിപരീക്ഷയുടെ ആദ്യഘട്ട എലിമിനേഷൻ പൂർത്തിയായിരിക്കുന്നു. ഈ എലിമിനേഷനിൽ 4 പേരാണ് ഔട്ടായിരിക്കുന്നത്. നമ്മൾ ആദ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിനകത്ത് പറഞ്ഞ ആൾക്കാർ ആരുമേ അല്ല. ഇന്നലെ ഔട്ടായിരിക്കുന്നത്, ആദ്യം ഔട്ടായത് ബിജു ആണ്. ബിജു നല്ലൊരു സ്ട്രോങ്ങർ ആയിട്ടുള്ള പ്ലെയർ ആണ്. അതിനെക്കാട്ടി പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയർ ഇവരുടെ ടീമിലുള്ളത് കൊണ്ടാണ് ബിജുവിനെ ഔട്ടാക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ ബിജു സ്ട്രോങ് ഒന്നും ആയിരുന്നില്ല. നമുക്കറിയാം ബിജുവിനെ നമ്മൾ ഒരിക്കലും ആദ്യം ആ എൻട്രി കിട്ടിയത് ഒഴിച്ചാല് പിന്നെ ഒന്നിൽ തന്നെയും ബിജുവിനെ അങ്ങനെ കണ്ടതായിട്ട്, ഒരു ഗെയിം നടത്തിയിട്ട് പോലും ബിജു നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ബിജുവിന്റെ എവിക്ഷൻ ഇറ്റ്സ് ഓക്കെ, നല്ലതായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ആരാധ്യയാണ്. ആരാധ്യക്ക് 18 വയസ്സെന്നുള്ളതൊരു റീസൺ അല്ല. ആരാധ്യയെക്കുറിച്ചും അവർക്ക് കണ്ടസ്റ്റൻസ് അല്ല, പുറത്തു നിൽക്കുന്ന വ്യൂവേഴ്സിനും ഒന്നും മനസ്സിലാവുന്നില്ല, ജഡ്ജസിനും ഒന്നും മനസ്സിലാവുന്നില്ല. ആരാധ്യ സൈലന്റ് ആയിട്ടിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ആരാധ്യക്ക് ഈ പറഞ്ഞു വിട്ടാനുള്ള സമയം കിട്ടിയിരുന്നില്ല. അങ്ങോട്ട് വന്ന് കയറി പെട്ടെന്ന് തന്നെ പുറത്താവുക ചെയ്തത്. ഒരുപാട് കരഞ്ഞിട്ടൊക്കെയാണ് ആരാധ്യ പുറത്തു പോയത്. അത് കഴിഞ്ഞ് ഔട്ടായത് റാഷയാണ്. റാഷ ഈ പറയുന്നത് റാഷ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് മാക്സിമം. കാരണം നിങ്ങളുടെ എലിമിനേഷൻ പ്രോസസ്സ് അൺഫെയർ ആണ്, എനിക്ക് ഇവിടെ നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഞാൻ എല്ലാത്തിലും പ്രതികരിച്ചാണെന്നൊക്കെ പറയുന്നുണ്ട്. റാഷ അത്യാവശ്യം നല്ല ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. പക്ഷെ ഈ ആദ്യം ഒരുപാട് തള്ളിമറിച്ച് കയറി വരുന്നവരെയാണെന്ന് തോന്നുന്നു ആദ്യം തന്നെ എടുത്തു കളയുന്നത്. എനിവേ എന്തായാലും അങ്ങനെ റാഷ ഔട്ടായി. പിന്നെ നമ്മുടെ ജിഷിനാണ്. ജിഷിനും ആ ഒരു ജിഷിൻ വന്നിട്ട് ആദ്യം കാണിച്ച ഒരു പെർഫോമൻസിനപ്പുറം ജിഷിനെയും പിന്നെ നമ്മളൊന്നും കണ്ടില്ല. ഒന്നാമത് ഇവരൊന്നും ആ ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ അതിനകത്തൊന്നും നന്നായിട്ട് പെർഫോം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നില്ല. പിന്നെ അതിനുള്ള ഒരു അവസരവും കിട്ടിയില്ല. അപ്പാടെ ഒരു ചെറിയ ഒരു ടൈമില് അവരുടെ എന്താണ് ഒരു ക്യാപ്പബിലിറ്റി നിന്ന് അവർക്ക് പുറത്ത് കാണിക്കാൻ ആരെ കൊണ്ട് സാധിക്കത്തില്ല. പക്ഷെ ഇന്നലെ എനിക്ക് തോന്നിയത് ഭയങ്കര അഗ്രസീവായിട്ടായിരുന്നു ജഡ്ജസ് പെരുമാറിയത്. അത് എന്തുകൊണ്ടാണ്, ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല. രഞ്ജിനെയൊക്കെ ഒരുമാതിരി വെറുപ്പിക്കുന്ന ഒരു രീതിയിലൂടെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. റിയാസ് സലീം കുറച്ച് നമുക്ക് ഫേവറബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം കുറച്ചൊരു മിതത്വം വന്നിട്ടുണ്ട് ആളുടെ ആ ഒരു ഈവൻ ഓരോ കാര്യങ്ങൾ പറയുന്നതിന് തന്നെ. പക്ഷെ അഖിൽമാരും ഓക്കെ. പക്ഷെ രഞ്ജിനിയെ സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം.